ലോസ് ആഞ്ചൽസിനെ ഭയപ്പെടുത്തിയ കാട്ടുതീയിനൊപ്പം ആളിപ്പടരുകയാണ് രാഷ്ട്രീയ ആരോപണങ്ങളും. സംസ്ഥാനം വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കോളുകളോട് പോലും പ്രതികരിക്കുന്നില്ല എന്ന് കാലിഫോർണിയൻ ഗവർണർ ആരോപിച്ചു. ഡെമോക്രാറ്റുകളുടെ ഭരണത്തിന് കീഴിലാണ് കാലിഫോർണിയയും ലോസ് ആഞ്ചലസ് നഗരവും. 10,000 ഏക്കർ ഭൂമിയും 12,000-ൽ പരം കെട്ടിടങ്ങളും കത്തിനശിച്ച കാട്ടുതീ വിഷയം രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു യുഎസിൽ. ഒറ്റ രാത്രി കൊണ്ടാണ് സിനിമാ നഗരത്തിലെ ജനതയുടെ ജീവിതം സിനിമ പോലെ മാറിമറിഞ്ഞത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ലോസ് ആഞ്ചൽസിൽ വീടുകൾ കത്തിയമരുന്നതും കാട്ടുതീ പടർന്നു പിടിക്കുന്നതും നിറകണ്ണുകളോടെ ജനത കണ്ടുനിന്നു. ഉഷ്ണക്കാറ്റ് വേഗത കുറച്ചും കൂട്ടിയും ജനങ്ങളെ വീണ്ടും പരീക്ഷിക്കുകയാണ്. വെള്ളിയാഴ്ച കാറ്റിന്റെ വേഗത കുറഞ്ഞത് ജനങ്ങൾക്കും അഗ്നിരക്ഷാ സേനാ പ്രവർത്തകർക്കും പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ശനിയാഴ്ചയോടെ വീണ്ടും ഉഷ്ണക്കാറ്റിന്റെ വേഗത കൂടിയതും ദിശ മാറിയതും വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. 10,000 ഭൂമിയെ കാട്ടുതീ ബാധിച്ചു. $60 ബില്യൺ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഇവിടുത്തെ 3 മില്യൺ ജനം ഇനി പുതിയൊരു ജീവിതം കെട്ടിപ്പൊക്കേണ്ട സ്ഥിതിയിലാണ്. കാലിഫോർണിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് അമേരിക്ക സാക്ഷ്യം വഹിച്ചത്. ഇതിനിടെയാണ് ദുരന്തത്തെ ചൊല്ലി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ. ദുരന്തത്തിന്റെ ആദ്യ ദിവസം ലോസ് ആഞ്ചലസ് മേയർ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നായിരുന്നു ഉയർന്ന ആദ്യ ആരോപണം. ഘാനയിലേക്കുള്ള ഔദ്യോഗിക യാത്രയിലായിരുന്നു മേയർ. ലോസ് ആഞ്ചൽസിലെ മോശമാകുന്ന കാലാവസ്ഥയെക്കുറിച്ചും വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും ഇത് അവഗണിച്ച് യാത്ര നടത്തിയെന്നുമാണ് മേയർക്കെതിരെയുള്ള ആരോപണം. യാത്രയുടെ കാരണം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും മേയർ മറുപടി പറഞ്ഞില്ല. 2022 ഡിസംബറിലാണ് കാരൻ ബാസ് ലോസ് ആഞ്ചലസ് മേയറായി ചുമതലയേൽക്കുന്നത്. മേയർ എന്ന നിലയിൽ 2023-24 ബജറ്റിൽ അഗ്നിരക്ഷാ സേനയ്ക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ കുറവ് വരുത്തിയെന്ന ആരോപണവും മേയർക്കെതിരെ ഉയരുന്നുണ്ട്. ആദ്യം കാട്ടുതീ ഉണ്ടായ പസഫിക് പാലിസേഡിൽ തീയണയ്ക്കാൻ വെള്ളത്തിന്റെ അഭാവമുണ്ടായി. ലഭിക്കേണ്ടിയിരുന്ന വെള്ളം ലഭിച്ചില്ലെന്നാണ് ആരോപണം. എന്നാൽ വലിയൊരു അപകടത്തെ നേരിടാനുള്ള ശേഷിയിലുള്ള പൈപ്പുകളില്ലെന്നായിരുന്നു മേയറുടെ മറുപടി. മാസങ്ങളായി മഴ ലഭിക്കാത്ത തെക്കൻ കാലിഫോർണിയയിലെ പ്രദേശങ്ങളിലാണ് കാട്ടുതീ വ്യാപിക്കുന്നത്. അതേസമയം ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗവർണർ ഗാവിൻ ന്യൂസം, മേയർ കാരൻ ബാസ് എന്നിവർ രാജിവെക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് എക്സിൽ കുറിച്ചത്. ദുരന്തത്തെ നേരിടാൻ ഇരുവരും പരാജയപ്പെട്ടു. ഇവർ കഴിവില്ലാത്തവരാണ് ട്രംപ് വിമർശിച്ചു. എന്നാൽ ട്രംപ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് ന്യൂസമിന്റെ പ്രതികരണം. നിലവിൽ ദുരന്തമുഖത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിയ ന്യൂസം തന്റെ കോളുകളോട് ട്രംപ് പ്രതികരിച്ചില്ലെന്നും വെളിപ്പെടുത്തി. ഏതായാലും കാട്ടുതീ പോലെ തന്നെ പടരുകയാണ് ലോസ് ആഞ്ചലസ് ദുരന്തത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.